അപ്പൊ അതിനുവേണ്ടി 60 ദിവസം നിങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്? ബേസ് ഇല്ലാത്തവരുണ്ട്, പഠിച്ചു തുടങ്ങിയവരുണ്ട്, ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവർക്കുണ്ട്. ഞാൻ 35,000 രൂപ സാലറി കിട്ടുന്ന ജോബാണ്. അപ്പൊ എന്താണ്, ഹായ് ഓൾ, നമ്മളെല്ലാവരും കാത്തിരുന്ന നമ്മുടെ റെയിൽവേ ഗ്രൂപ്പ് ഡിയുടെ എക്സാം ഡേറ്റ് ഇതാ റെയിൽവേ ഫൈനലി അനൗൺസ് ചെയ്തൊക്കെയാണ്. അല്ല, ഒരുപാട് നാളായി നമ്മൾ കാത്തിരിക്കുക എന്നാണ് ഗ്രൂപ്പ് ഡി എക്സാം നടക്കുക, കേസിന്റെ അപ്ഡേറ്റ്സ് എന്താണെന്നല്ല അല്ലെ. അപ്പൊ അതിനൊക്കെ വിരാമം ഇട്ടുകൊണ്ട് റെയിൽവേ ഇന്നലെ അതിന്റെ എക്സാം ഡേറ്റ് ഡിക്ലെയർ ചെയ്തൊക്കെയാണ്. നമുക്ക് നോക്കാം എന്നാണ് റെയിൽവേ ഗ്രൂപ്പ് ഡിയുടെ എക്സാം ഡേറ്റ് എന്ന്. അല്ലെ, നിങ്ങൾ പലരും അറിഞ്ഞു കാണാൻ ചിലപ്പോൾ അല്ലെ. ഇന്നലെ റെയിൽവേ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ റെയിൽവേയിൽ വന്ന ഒരു അപ്ഡേഷനാണ് വന്നിരിക്കുന്നത്. നവംബർ 17 തൊട്ട് എന്താണ് ഡിസംബർ എൻഡ് വരെ നമുക്ക് എന്താ റെയിൽവേ ഗ്രൂപ്പ് ഡിയുടെ എക്സാം നടക്കുന്നത്. നവംബർ 17 മുതൽ ഡിസംബർ എൻഡ് വരെ എക്സാം, ഏകദേശം 1.5 മാസത്തോളം എക്സാമുകളുണ്ട് ഗ്രൂപ്പ് ഡിയുടെ. അപ്പൊ ഞാൻ പറഞ്ഞതാണ്, നമുക്ക് സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു അവസരം ഞാൻ പറയുന്നത് 2 മാസം നമുക്ക് കിട്ടുന്ന പറയാം അല്ലെ. നമ്മൾ ഓഗസ്റ്റ് പ്രതീക്ഷിച്ച എക്സാം ആണ് നവംബറിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇനി നിങ്ങളുടെ മുന്നിൽ ഏകദേശം 60 ദിവസത്തോളം നിങ്ങളുടെ മുന്നിൽ എന്താണ് ഉണ്ട് അല്ലെ. അപ്പൊ അതിൽ ഫോക്കസ്ഡ് ആയിട്ട് പഠിച്ചാൽ എന്താണ് നിങ്ങൾക്ക് ഈ വർഷം എക്സാം ക്രാക്ക് ചെയ്യാം. അപ്പൊ അതിനുവേണ്ടി 60 ദിവസം നിങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്, അതുമനുസരിച്ച് നിങ്ങൾ എക്സാം ക്രാക്ക് ചെയ്യുന്ന ഞാൻ പറയാം അല്ലെ. അപ്പൊ 60 ദിവസം നിങ്ങൾക്ക് പഠിക്കേണ്ട ഒരു കിടിലൻ സ്റ്റഡി പ്ലാനുമായിട്ടാണ് മക്കളെ ഞാൻ വന്നിരിക്കുന്നത്. 60 ദിവസം നിങ്ങൾ എങ്ങനെ യൂസ് ചെയ്യുന്നുള്ള, 60 ദിവസം കൊണ്ട് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യിക്കുമെന്നാണ് ഞാൻ പറയണം അല്ലെ. നിങ്ങളെ ലൈഫ് ചേഞ്ച് ചെയ്ത് നിങ്ങളെ ഗ്രൂപ്പ് ഡി എക്സാം പാസ്സാക്കുക എന്ന ലക്ഷ്യത്തോടെ നമ്മൾ 60 ഡേയ്സിന്റെ ഒരു കിടിലൻ സ്റ്റഡി പ്ലാൻ ആയിട്ടുള്ള നിങ്ങളെ വന്നേക്കുന്നത്. നമുക്ക് നോക്കണം ആ പ്ലാൻ എന്താണ്, 60 ഡേയ്സ് സ്റ്റഡി പ്ലാൻ. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ റോംബസ് ഞങ്ങൾ ഒരു 3 ഫേസ് ആയിട്ട് തിരിച്ചിരിക്കുക. ഈ 60 ദിവസം നമ്മൾ എന്താണ് കൃത്യമായ 3 ഫേസ് ആയിട്ട് തരംതിരിച്ചിരിക്കുകയാണ്. ഫസ്റ്റ് ഫേസ് വരുമ്പോൾ എന്താ പറയാ, ആദ്യത്തെ 20 ദിവസം ഡേ 1 to day 20 ആണ് ഫസ്റ്റ് ഫേസ്. ഈ ഫസ്റ്റ് ഫേസ് എന്താ, ഫൗണ്ടേഷൻ ബേസ് കോൺസെപ്റ്റ് ബിൽഡിംഗ് അല്ലെ. അത് നിങ്ങളുടെ ഫൗണ്ടേഷൻ ക്ലിയർ ചെയ്യുക, കോൺസെപ്റ്റ് കൃത്യമായിട്ട് പറഞ്ഞു തരിക, അതാണ് ഫസ്റ്റ് ഫേസിൽ നമ്മുടെ ലക്ഷ്യം. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഫസ്റ്റ് ഫേസ് എന്തൊക്കെയാണെന്ന് കേട്ടോ. അത് നമുക്ക് സെക്കൻഡ് ഫേസ് നോക്കാം. സെക്കൻഡ് ഫേസ് എന്താണ്, അക്യുറസി ആൻഡ് സ്പീഡ് ബിൽഡിംഗ്. അതായത് നിങ്ങളെ അക്യുറസി, നമുക്ക് എക്സാം എഴുതാം, പല ഉദ്യോഗസ്ഥരും പഠിക്കുക, പക്ഷെ എന്താണ് എക്സാമുകൾ എഴുതുമ്പോൾ തെറ്റിപ്പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. ആ തെറ്റിപ്പോലും ഒഴിവാക്കുക, സ്പീഡ് കൂട്ടുക. ഇതാണ് നമ്മൾ എന്ത് ചെയ്യണം, ഡേ എത്ര 21 മുതൽ 40 അതായത് 21 ഇതുപോലെ 40 വരെ നിങ്ങൾ സ്പീഡ് ഇൻക്രീസ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ തെറ്റുകൾ തിരുത്തുക, അക്യുറസി കൂട്ടുക, ശരി ഉത്തരത്തിലേക്ക് എത്തിക്കുക കേട്ടോ. ഇനി അടുത്ത എന്താ, മൂന്നാമത്തെ ഫേസ് എന്തായിരിക്കും, 41 മുതൽ 60 ദിവസം. ഈ 60 ദിവസം നമുക്ക് മോക്ക് ടെസ്റ്റിലും എക്സാം സ്ട്രാറ്റജി. ഞാൻ പറഞ്ഞല്ലോ, എത്ര പഠിച്ചു എന്ന് പറഞ്ഞിട്ടില്ല, നിങ്ങൾ എക്സാം എഴുതി നോക്കിയാൽ, മോക്ക് ടെസ്റ്റുകൾ എഴുതിയാൽ മാത്രമേ നിങ്ങൾ എന്തായാലും എക്സാം റിയൽ എക്സാം നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുള്ളൂ. അതിലെങ്ങനെ ഏതൊക്കെ സ്ട്രാറ്റജിയിലെ നമുക്ക് സ്കോർ ചെയ്യേണ്ടത്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഫസ്റ്റ് അറ്റൻഡ് ചെയ്യേണ്ടത്, അങ്ങനത്തെ പല ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഇതൊക്കെയാണ്, റിവിഷൻ, ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ തേർഡ് ഫേസിൽ നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ 3 ഫേസിൽ കൂടി നമ്മൾ പഠിക്കുന്നത് എന്താണ്, നമ്മൾ ബേസിക്സ് എന്ന് പറയുന്നത്, ബേസിക്സ് ക്ലാസ്സസ് എന്ന് പറയുന്നത്, മോഡറേറ്റ് ക്ലാസ്, പിന്നെ അതിനുശേഷം എന്താണ് അഡ്വാൻസ് ക്ലാസ്. ഇതെല്ലാം നമ്മൾ എന്താ ഈ 60 ദിവസത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് എന്താണ് കംപ്ലീറ്റ് ചെയ്യാന്ന് പറയാം. അപ്പൊ അങ്ങനെ കിടിലൻ സ്റ്റഡി പ്ലാൻ ആയിട്ട് വന്നേക്കുന്നത്. ഈ ബാച്ച് ഞാൻ പറഞ്ഞത് പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് നാളെ, അതായത് സെപ്റ്റംബർ 10 നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന്റെ അഡ്മിഷൻ തുടങ്ങുവാണ്. നിങ്ങളുടെ സീറ്റ് ഇപ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്യാൻ, ലിമിറ്റഡ് സീറ്റ്സ് മാത്രമാണ് എടുക്കുന്നത്. ആദ്യത്തെ 250 പേര് മാത്രമേ ഈ ബാച്ചിലേക്ക് നിങ്ങൾ എടുക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞത് ഈ ബാച്ച് നിങ്ങളുടെ തലവരം മാറ്റുമെന്ന് ഞാൻ പറയുന്നത്. നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ അടുത്ത ഗ്രൂപ്പ് ഡി എക്സാം ക്രാക്ക് ചെയ്തിരിക്കും അല്ലോ. ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്യുന്നവനാണ് എക്സാംസ് ക്രാക്ക് ചെയ്യുന്ന അറിയാം. പിന്നത്തേക്ക് മാറ്റിവെക്കുന്ന എന്ത് ചെയ്യില്ല, ഒരിക്കലും എക്സാം ക്രാക്ക് ചെയ്യത്തില്ല. അവന്റെ വിധിയെ പൈതാരി ഞാൻ തോറ്റുപോയി അങ്ങനെ പറഞ്ഞിരിക്കും, എന്റെ വിധി എന്നൊക്കെ പറഞ്ഞിരിക്കേണ്ടി വരും. ഇന്ന് എക്സിക്യൂട്ട് ചെയ്യുക, ഒരു ദിവസം പോലും കളയാനില്ല. പഠിച്ചു തുടങ്ങുന്നത് എന്താ, നവംബർ 27 വിജയം ആഘോഷിക്കും. പഠിച്ചു തുടങ്ങാത്തവൻ എന്താ, നവംബർ 17 അവൻ എന്തായിരിക്കും പറയുക, എന്റെ നെക്സ്റ്റ് ടൈം നോക്കാമെന്ന് പറഞ്ഞ് മാറി നിൽക്കേണ്ടി വരും. നമുക്ക് നോക്കേണ്ട ഓരോ ഫേസിലും എന്താണ് പഠിക്കാൻ പോകണം നോക്കാം. ഞാൻ ഡീറ്റെയിൽ പറയാം. ഫസ്റ്റ് ഫേസ് നമുക്ക് എന്താ, ഫൗണ്ടേഷൻ. ഡേ 1 നമ്മൾ എന്താ പറയുക, ഡേ 1 to day 20 ഫൗണ്ടേഷൻ ആണ് നിങ്ങളുടെ ഞാൻ പറഞ്ഞല്ലേ. ഈ ഫൗണ്ടേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ പല ടൈപ്പ് കിട്ടിയിട്ടുണ്ടല്ല, ബേസ് ഇല്ലാത്തവരുണ്ട്, പഠിച്ചു തുടങ്ങിയവരുണ്ട്, ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവർക്കുണ്ട്. അപ്പൊ എല്ലാവർക്കും വേണ്ടി സൂട്ടബിൾ ആവാൻ ഇത് നമ്മൾ ഫൗണ്ടേഷൻ ഒരു ഫേസ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഈ 20 ദിവസം നമ്മൾ പഠിക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ബേസിക്സ് പ്ലസ് കോൺസെപ്റ്റ് ക്ലാരിറ്റി പ്ലസ് ഈസി പ്രാക്ടീസ്. അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈസി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യും. അതെന്തിനാണ്, നിങ്ങൾക്ക് സ്പീഡ് കൂടാൻ വേണ്ടി ആദ്യം ഈസി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യും, പിന്നെ ബേസിക്സും കോൺസെപ്റ്റും ക്ലിയർ ചെയ്യും. അപ്പൊ ഇതിൽ നമ്മൾ ഡെയിലി റൂട്ടീൻ നിങ്ങൾ പറയണ ഒരു 4 മുതൽ 6 മണിക്കൂർ മിനിമം ഡെയിലി പഠിക്കണം. ഞാൻ പറഞ്ഞ പഠിക്കാൻ ടൈമുള്ള മാത്രമേ ഈ ബാച്ച് ജോയിൻ ചെയ്യാവുള്ളൂ, ഇല്ലെങ്കിൽ ഇവിടെ ജോയിൻ ചെയ്തിട്ട് പ്രയോജനം ഇല്ലെന്ന് ഞാൻ പറയാം കേട്ടോ.
4 മുതൽ 6 മണിക്കൂറാണ് നമ്മൾ ഫസ്റ്റത്തെ ഫേസിൽ നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് പഠിക്കുന്നത്? മാത്സ് 2 മണിക്കൂർ മാത്സ് നിങ്ങൾ പഠിക്കണം. ആ 2 മണിക്കൂർ മാത്സ് നമ്മൾ എന്താണ് പ്രാക്ടീസ് 1 ടോപ്പിക്സ് ആണ് നമ്മൾ ഒരു ദിവസം പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ പതുക്കെ തുടങ്ങിയാൽ നമ്മൾക്ക് എന്താണ് സ്പീഡ് കൂട്ടുക എന്നുള്ളത് കേട്ടോ. ഇനി റീസണിംഗിലേക്ക് വരുമ്പോൾ എന്തായിരിക്കും 1.5 മണിക്കൂർ റീസണിംഗ് പഠിക്കണം. റീസണിംഗ് എന്തായിരിക്കും ഡെയിലി ടോപ്പിക്സ് ഉണ്ടാവും, പിന്നെ എന്താ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതുപോലെ സയൻസിലേക്ക് വരുമ്പോൾ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്, സയൻസ് ഒക്കെ നമ്മുടെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. പിന്നെ അതിനുശേഷം എന്താണ് ജനറൽ അവയർനെസ് നമുക്ക് 30 മിനിറ്റ്സ് പഠിക്കാം. 30 മിനിറ്റ്സ് എത്രയാണ്? കറണ്ട് അഫയേഴ്സ് ബേസ് സ്ട്രാറ്റജിക്ക്. ഞാൻ പറഞ്ഞല്ലോ ഈ ജനറൽ അവയർസ് വാരി വലിച്ച് പഠിക്കാൻ നിൽക്കുന്നതും അങ്ങനെ പഠിക്കുമ്പോൾ എനിക്ക് സമയം കിട്ടത്തില്ല. ഈ 60 ദിവസം കൊണ്ട് ജനറൽ അവയർസ് നമുക്ക് ആ മാർക്ക് സ്കോർ ചെയ്ത് നമ്മൾ കൃത്യമായ സ്ട്രാറ്റജിയിൽ വേണം നമ്മൾ പഠിക്കാനായിട്ട്. അത് പറയല നമ്മൾ ആദ്യത്തെ ഫേസിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഞാൻ പറയാം, ആദ്യ 20 ദിവസം പഠിക്കാൻ പോകുന്ന നമ്മുടെ ഈ പുതിയ ബാച്ച് പഠിക്കാൻ പോകുന്ന ഞാൻ പറയല നമ്പർ സിസ്റ്റം, മാക്സിമം നമ്പർ സിസ്റ്റം, പെർസെന്റേജ്, റേഷ്യോ, അവറേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, SI നമ്മൾ ആദ്യത്തെ 20 ദിവസം പഠിക്കാൻ പോകുന്നത്. ഇനി അതിനുശേഷം റീസണിംഗിലേക്ക് വരുമ്പോൾ കോഡിങ്, അനലോജി, പിന്നെ ക്ലാസിഫിക്കേഷൻസ്, സീരീസ്, വെൻ ഡയഗ്രാം നമ്മൾ എന്താ സെക്കൻഡ് റീസണിംഗിൽ പഠിക്കാൻ പോകുന്നത്. ഇനി സയൻസിലൊക്കെ ഫിസിക്സ്, മോഷൻ, ഫോഴ്സ്, വർക്ക് എനർജി പഠിക്കുന്നുണ്ട്. പിന്നെ എന്താണ് ബയോളജിയിലൊക്കെ സെല്ല്, ഹ്യൂമൻ ബോഡി, ന്യൂട്രീഷൻ, പിന്നെ കെമിക്കൽ റിയാക്ഷൻസ്, ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഫേസിൽ പഠിക്കുന്ന സയൻസ് ടോപ്പിക്കുകൾ. ഇനി GK-യിലൊക്കെ ഞാൻ പറഞ്ഞില്ല പൊളിറ്റിയുടെ ബേസിക്സ്, അതുപോലെ ഹിസ്റ്ററി, ഫ്രീഡം സ്ട്രഗിൾ, പിന്നെ എന്താ ജോഗ്രഫിയുടെ ബേസിക്സ് ആയിട്ടുള്ള കാര്യം, ഫിസിക്കൽ ജിയോഗ്രഫി കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക ഈ ഫസ്റ്റ് 20 ഡേയ്സ് പഠിക്കണം. ഞാൻ പറഞ്ഞു കൃത്യമായ സ്ട്രാറ്റജിയിൽ കൂടി നമ്മളെ സിലബസിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ മാത്രം പഠിപ്പിക്കും. സിലബസ് ഫുൾ കവർ ചെയ്യുന്നതല്ല നമ്മൾ പറയുന്നത്. സിലബസ് നിങ്ങൾക്ക് റാങ്ക് നേടിക്കാനുള്ള, നിങ്ങൾക്ക് 80+ റാങ്ക് മേടിക്കാനുള്ള കാര്യങ്ങൾ മാത്രമേ പഠിപ്പിക്കും. വായി വെച്ച് പഠിപ്പിക്കാൻ വേണ്ടി നമുക്ക് റോംബസിലില്ല. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ നോക്കിയാൽ നമ്മൾ ഇങ്ങനെ സെലക്ട് ചെയ്യുന്ന ടോപ്പിക് എന്നുള്ളത്. ഓക്കെ, ഈ രണ്ടാമത്തെ ഫേസിലേക്ക് വരുമ്പോൾ രണ്ടാമത്തെ ഫേസ് അക്യുറൻസി ആൻഡ് സ്പീഡ് ബിൽഡിംഗ്. ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ തെറ്റ് കൂടാതെ ചെയ്യണം അല്ലെ. നിങ്ങൾ പല എക്സാംസിൽ നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ഫൈനാൻസ് തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് മാറ്റി നിങ്ങൾ കറക്റ്റ് തെറ്റിൽ നിന്ന് മാറ്റി തെറ്റിൽ തിരുത്തുക. അതാണ് ഈ അക്യുറൻസി ഉദ്ദേശം. പിന്നെ എന്താണ് സ്പീഡ് ബിൽഡിംഗ്. ഫസ്റ്റ് ഫേസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പീഡ് കുറവുണ്ടാകുന്നത് നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കുന്നുണ്ട്. സെക്കൻഡ് ഫേസിൽ നമ്മൾ സ്പീഡ് കൂട്ടി വരും. അങ്ങനെ നിങ്ങൾ സ്പീഡ് ഇൻക്രീസ് ചെയ്യാം. ഓരോ ക്വസ്റ്റ്യൻസ് നമ്മൾ സ്പീഡ് ചെയ്താൽ മാത്രമേ നമുക്ക് എക്സാംസ് ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് ഈ ഫേസിൽ നമ്മൾ ഷോർട്ട് ട്രിക്സും ഷോർട്ട് കട്ട് ട്രിക്സ്, PYQ ഇതൊക്കെയാണ് നമ്മളെന്താ ഈ സെക്കൻഡ് ഫേസിൽ നമ്മൾ പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഡെയിലി റുട്ടീൻ നമ്മൾ സമയം കൂട്ടിയിടാം. ആദ്യമേ നമ്മൾ 4 മുതൽ 6 മണിക്കൂർ വരെ പഠിച്ചെങ്കിൽ രണ്ടാമത്തെ ഫേസ് വരുമ്പോൾ നമ്മൾ സമയം തീർച്ചയായും കൂട്ടിയിരിക്കുകയാണ്. എത്രയാണ്? 5 മണിക്കൂർ മുതൽ 7 മണിക്കൂർ വരെ മിനിമം നിങ്ങളെ സ്റ്റഡി പ്ലാൻ മാറ്റിയിരിക്കുകയാണ് കേട്ടോ. അത് പതുക്കെ തുടങ്ങി നമ്മൾ ഗ്രാജുവലി നമ്മൾ സമയം കൂട്ടുക കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വരുമ്പോൾ മാത്സിലേക്ക് സ്പീഡ് മാത്സ്, ടൈം ആൻഡ് വർക്ക്, ടൈം, സ്പീഡ്, ഡിസ്റ്റൻസ്, പിന്നെ മെൻസുറേഷൻ, ജിയോമെട്രി, ബേസിക്സ്, ട്രിഗണോമെട്രി, ഇതൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത് സെക്കൻഡ് ഫേസിൽ നമ്മൾ പഠിക്കാൻ പോണ മാത്സിന്റെ ടോപ്പിക്കുകൾ. ഇനി അടുത്ത റീസണിംഗിലേക്ക് വരുമ്പോൾ റീസണിംഗ് 2 ഹവറാണ്. മാത്സ് റീസണിംഗ് ടൈം കൂടി 2 ഹവറായി. റീസണിംഗ് ബ്ലഡ് റിലേഷൻ, ഡയറക്ഷൻ, സിലോജിസം, പസൽസ്, സീറ്റിംഗ് അറേഞ്ച്മെന്റ് നമ്മൾ എന്ത് ചെയ്യണം സെക്കൻഡ് ഫേസിൽ നമ്മൾ പഠിക്കുന്നത്. ഇനി സയൻസിലേക്ക് വന്നാൽ ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിസം, ഹീറ്റ്, എന്താണ് അറ്റോമിക് സ്ട്രക്ചർ, ആസിഡ്സ് ആൻഡ് ബേസസ്, എക്കോളജി, ഇതൊക്കെയാണ് നമ്മൾ സയൻസിൽ പഠിക്കാൻ പോകുന്ന സെക്കൻഡ് ഫേസിലെ ടോപ്പിക്സുകൾ കേട്ടോ. ഇനി അടുത്തത് GA ജനറൽ അവയർസിലേക്ക് 1 ഹവർ ജനറൽ അവയർസ് ടൈം കൂട്ടി 1 ഹവറിലേക്ക് കറണ്ട് അഫയേഴ്സ് ലാസ്റ്റ് 6 മന്ത്, ഇന്ത്യൻ എക്കണോമി, റെയിൽവേ, GK അവാർഡ്സ്, പിന്നെ എന്താണ് സ്പോർട്സ്. കാണാമല്ലോ നമുക്ക് കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സ്ട്രാറ്റജിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെ. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യണത് നമുക്ക് ജനറൽ അവയർനെസ് പഠിക്കുന്നത്. അപ്പോൾ ഇതായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക phase 2 പഠിക്കേണ്ടത് കേട്ടോ. ഇനി phase 3ലേക്ക് വന്നാൽ നമ്മൾ നോക്കണം. phase 3ലേക്ക് വന്നാൽ ഇവിടെ phase 2 ഞാൻ ഒരു കാര്യം പറഞ്ഞത് phase 2 എവറി ഫിഫ്ത്ത് ഡേ നമുക്ക് എന്താ ടേക്ക് എ ഫുൾ മോക്ക് ടെസ്റ്റ് നമ്മൾ എന്താ സ്റ്റാർട്ട് ചെയ്യാണ്. എല്ലാ 5 ദിവസങ്ങളിലുള്ള ഫുൾ മോക്ക് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. ഇനി അടുത്ത നമ്മൾ പറഞ്ഞാൽ phase 3 ആണ്. phase 3ലേക്ക് വരുമ്പോൾ മോക്ക് ടെസ്റ്റ് പ്ലസ് റിവിഷൻ. ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സ്റ്റേജ് എന്ന് പറയാം. എന്താണ് phase 3 അതായത് എക്സാമിനോട് അടുത്തിരിക്കുന്ന സ്റ്റേജാണ്. അപ്പോൾ നമ്മൾ ബേസിക്സ് നിന്ന് തുടങ്ങി അല്ലെ, നമ്മൾ സ്പീഡ് കൂട്ടി, നമ്മുടെ അക്യുറൻസി കൂട്ടി. ഇനി നമുക്ക് വേണ്ടത് മോക്ക് ടെസ്റ്റ് മാക്സിമം അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം റിയൽ എക്സാംസുകൾ നമ്മൾ എഴുതി പ്രാക്ടീസ് ചെയ്യാൻ മാത്രമല്ല, ശരിക്കും നിങ്ങൾ എക്സാം ഹോളിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ കൃത്യമായ ടൈം മാനേജ്മെന്റോടുകൂടി, അക്യുറൻസിയോട് കൂടി, സ്പീഡോട് കൂടി എക്സാം എഴുതാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി തേർഡ് ഫേസ് നമ്മൾ അങ്ങനെയാണ് തേർഡ് ഫേസ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുക, നിങ്ങളുടെ എക്സാം ക്രാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫേസ് എന്ന് പറഞ്ഞാൽ എക്സാം ലൈക്ക് പ്രാക്ടീസ് എന്ന് പറയുന്നത് റിവിഷൻ പ്ലസ് റിവിഷൻ ആണ് അല്ലെ. അതെന്താ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് എക്സാം കറക്റ്റ് നമ്മുടെ എന്താണ് ഒറിജിനൽ എക്സാംസ് രീതിയിലുള്ള മോക്ക് ടെസ്റ്റും റിവിഷൻ സീരീസ് ആയിരുന്നു. ഇനി ഇതിൽ വന്നേക്കുന്ന ഡെയിലി റൂട്ടീൻ മതിലോ. സമയം നമ്മൾ വീണ്ടും കൂട്ടിയിടാം. സമയം നമ്മൾ 4 to 6 വന്നു, 5 to 7 വന്നു, പിന്നെ 6 to 8 നമ്മൾ സമയം കൂട്ടുക. ഇന്ന് നമുക്ക് സമയമില്ല മക്കളെ.
ഈ 60 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മിനിമം ലാസ്റ്റ് ഒക്കെ ആകുമ്പോൾ നമുക്ക് 10 മണിക്കൂറൊക്കെ പഠിക്കണം. പഠിച്ചാൽ മാത്രമേ എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അത്ര ടൈറ്റ് കോമ്പറ്റീഷനാണ് ഈ എക്സാംസ് നടക്കുന്നത്. കോടിക്കണക്കിന് ആൾക്കാരാണ് ഈ എക്സാംസിന് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ടൈറ്റ്നെസ് മനസ്സിലാക്കണം. നല്ലപോലെ പ്രിപ്പയർ ചെയ്തെങ്കിൽ മാത്രമേ ഈ എക്സാംസ് ക്രാക്ക് ചെയ്യാൻ സാധിക്കൂ കേട്ടോ. അപ്പൊ ഇതിൽ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? വൺ ഫുൾ മോക്ക് ടെസ്റ്റ് ഡെയിലി 1 ഫുൾ മോക്ക് ടെസ്റ്റ് ചെയ്യും അല്ലെ. അതിന്റെ നിങ്ങൾക്ക് വരുന്ന മിസ്റ്റേക്ക് അനലൈസ് ചെയ്തിട്ട് ആ മിസ്റ്റേക്ക് തിരുത്തുക. പിന്നെ നിങ്ങൾക്ക് വീക്ക് പോയിന്റ് ഉണ്ടാവില്ലടാ. നിങ്ങൾ 20 ദിവസമൊക്കെ പഠിച്ചുമ്പോൾ നിങ്ങൾക്ക് വീക്ക് പോയിന്റ്, ആ വീക്ക് പോയിന്റ് ഏതാണെന്ന് മനസ്സിലാക്കി എന്ത് ചെയ്യുക? ആ വീക്ക് പോയിന്റ് റിവൈസ് ചെയ്യുക. അതൊക്കെയാണ് നമ്മൾ ഈ സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്നത്. ഇനി അടുത്തത് മാത്സിലേക്ക് എന്താ പറയാ? 1.5 മണിക്കൂർ മാത്സ് എന്താണ്? റിവിഷൻ, ഫോർമുലാസ്, ഷോർട്ട് ട്രിക്സ്. പിന്നെ റിവിഷൻ ആക്കുക അല്ല, ഫോർമുല ഷോർട്ട് ട്രിക്സ് റിവിഷൻ ആണ്. അത് PYQ ക്വസ്റ്റ്യൻസ് വെച്ച് നമ്മൾ മാക്സിമം വർക്ക്ഔട്ട് ചെയ്യുന്നത് കേട്ടോ. ഇനി അടുത്ത റീസണിലേക്ക് വന്നിട്ട് എന്താ? റിവൈസ് സോൾവ് PYQ സെയിം തന്നെ. നമ്മുടെ ഇനി നമ്മൾ പഠിക്കേണ്ടതാണ് PYQ സെഷൻ. നമ്മൾ ഓൾറെഡി എന്താ ബേസിക് ക്ലിയർ ചെയ്ത് കഴിഞ്ഞു. ഇനി സ്പീഡും കൂട്ടി ഇനി റിവൈസ് ആണ് ചെയ്യേണ്ടത് കേട്ടോ. ഇനി അടുത്ത സയൻസിലൊക്കെ എന്താ? സയൻസ് NCERT ബേസ് ചെയ്തിട്ടുള്ള ഇതും PYQ ക്വസ്റ്റ്യൻസ് എന്താ റിവൈസ് ചെയ്യുന്നു. പിന്നെ അത് കഴിഞ്ഞാൽ ജനറൽ അഫയേഴ്സ്, കറണ്ട് അഫയേഴ്സ് ഒന്നും നമ്മൾ പഠിക്കാം. പിന്നെ ഈ ലേറ്റസ്റ്റ് വരുന്ന റെയിൽവേ എക്സാംസിനെ സ്പെസിഫിക് ആയിട്ടുള്ള GK, ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വർഷം പോലെ നടന്ന റെയിൽവേ എക്സാംസിലെ എല്ലാ GK ക്വസ്റ്റ്യൻസും നമ്മൾ എന്താ സോൾവ് ചെയ്യാൻ അതിന്റെ പൾസ് മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ എന്താ GK പഠിപ്പിക്കുന്നത്. അല്ല വാരി പഠിച്ച് ഹിസ്റ്ററിയും ജിയോഗ്രഫിയും പൊളിറ്റി എക്കണോമിക്സും പഠിപ്പിക്കില്ല. എന്തൊക്കെ വരാൻ ചാൻസ് ഉണ്ടോ അത് മാത്രം പഠിക്കുക. അങ്ങനെ പഠിച്ചാൽ മാത്രമേ ഒരു എക്സാംസ് നമുക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞോളൂ, ഈ ഒരു 60 ദിവസം നിങ്ങൾ ഞങ്ങൾക്ക് വരുവാണെങ്കിൽ, നിങ്ങൾ ആത്മാർത്ഥത്തിന് പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ബാച്ച് ജോയിൻ ചെയ്യാം. നിങ്ങൾ അടുത്ത ഗ്രൂപ്പ് ഡി എക്സാം ക്രാക്ക് ചെയ്തിരിക്കും. നിങ്ങൾ റെയിൽവേ ഉദ്യോഗസ്ഥനായിരിക്കും ഞാൻ ഉറപ്പ് വരുന്നതാണ്. കാരണം പഠിക്കാൻ മനസ്സുള്ളവർ മാത്രമേ ഇതിൽ ചേരാവുള്ളൂ. ബാക്കി ഞങ്ങൾ മനസ്സും കഷ്ടപ്പെടാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് കഷ്ടപ്പെടാനുള്ള ആഗ്രഹം എന്ന് പറയാൻ പറ്റില്ല. കഷ്ടപ്പെടാൻ തയ്യാറായവർ മാത്രം എന്ത് ചെയ്യുക? ഇതിലേക്ക് ജോയിൻ ചെയ്യുക. ഇനി പഠിക്കണം, ഞാൻ പഠിക്കാൻ ഡെയിലി ഒരു 5 to 10 മണിക്കൂർ പഠിക്കാൻ ടൈമുള്ളവർ മാത്രമേ ജോയിൻ ചെയ്യാവുള്ളൂ. ടൈം ഇല്ലാത്ത മാറ്റി നിൽക്കുക, നിങ്ങളുടെ ജീവിതം മാറ്റി വെക്കുക. കാരണം എന്നും എക്സ്ക്യൂസുകളായിരിക്കും, ടൈം ഇല്ല എന്നൊക്കെ പറഞ്ഞ് മാറിക്കുന്നത്. അങ്ങനെ മാറിയേക്കേണ്ടി വരും. ഞാൻ 35,000 രൂപ സാലറി കിട്ടുന്ന ജോബാണ്. അപ്പോൾ എന്താണ് ഈ 2 മാസം ഒന്ന് ഡെഡിക്കേറ്റ് ആയിട്ട് പഠിച്ചാൽ കിട്ടും. അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ മാറിയിരിക്കുക. നിങ്ങൾ ഈ എക്സാംസ് വെറുതെ പോയി എഴുതിയിട്ട് വരുമെന്ന് ഞാൻ പറയാനുള്ളത്. നിങ്ങൾ എക്സാംസിന് എന്ത് വാല്യൂ എടുക്കേണ്ട അത് ദൈവം തിരിച്ചു തരുമെന്ന് ഞാൻ പറഞ്ഞത്. നിങ്ങൾ എത്ര ഡെഡിക്കേറ്റഡ് ആണ് പഠിക്കുന്നത് അത് തിരിച്ചതായി നമുക്ക് റിസൾട്ട് കിട്ടിയിരിക്കും. ഓക്കെ, അപ്പൊ ഈ ബാച്ച് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് എന്താ സ്മാർട്ട് ടിപ്സ് വന്നിട്ട് പറയണേ എങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് ഇപ്പൊ നമുക്ക് എക്സാം ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റാത്ത യൂട്യൂബ് കണ്ട് പഠിക്കുന്നുണ്ടാവും. അവർക്കൊക്കെ വേണ്ടി പറയുക, നിങ്ങൾ സോൾവ് ചെയ്ത് അറ്റ്ലീസ്റ്റ് എന്താണ് 50 to 60 എന്താണ് PYQs, അതായത് എന്താണ് മോക്ക് ടെസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്യണം. മാത്സ് അതുപോലെ GK നോട്ട്സ് എന്താ ലാസ്റ്റ് ടൈമിലേക്ക് വേണ്ടിയുള്ള എന്താണ് നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം കേട്ടോ. അതായത് ഷോർട്ട് നോട്ട്സ് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനുള്ള. പിന്നെ എന്ത് ചെയ്യണം? ഫോക്കസ് മോർ ഓൺ മോക്ക് ടെസ്റ്റ് ഇൻ ദി ലാസ്റ്റ് 20 days. 20 ദിവസം ലാസ്റ്റ് 20 days എന്താ മോക്ക് ടെസ്റ്റിന് ഫോക്കസ് ചെയ്യണം. പിന്നെ അടുത്ത എന്താ? കീപ് സൺഡേ ഫോർ റിവിഷൻ ആൻഡ് പ്രാക്ടീസ്. ഇതാണ് നമ്മുടെ സ്റ്റഡി പ്ലാനിൽ വരുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നത്. ഇത് നിങ്ങൾ ഉൾപ്പെടുത്തണം നിങ്ങളുടെ സ്റ്റഡിയിൽ. കാരണം ഇങ്ങനെ ഉൾപ്പെടുത്തിയാൽ മതി. മോക്ക് ടെസ്റ്റുകൾ നമ്മൾ ലാസ്റ്റ് 20 ദിവസം ഫോക്കസ് ചെയ്യണം. ഇല്ലെങ്കിൽ നിങ്ങൾ എക്സാം ക്രാക്ക് ചെയ്തില്ല. മോക്ക് ടെസ്റ്റ് ചെയ്യാതെ എല്ലാം ഫുൾ 60 ദിവസം പഠിക്കാൻ പോയി കഴിഞ്ഞാൽ നീ ഒരിക്കലും എക്സാം ക്രാക്ക് ചെയ്തില്ല. അത് കഴിഞ്ഞ NTPC എക്സാംസ് ഒക്കെ എഴുതിയാൽ നിങ്ങൾക്ക് പലർക്കും അറിയാൻ സാധിച്ചിട്ടുണ്ടാവും. എന്താണ് നിങ്ങൾ സമയം കിട്ടിയില്ല അല്ലെ. അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു, കുറച്ചുകൂടി സമയം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ചെയ്യാമായിരുന്നു അല്ലെ. പല ഉദ്യോഗാർത്ഥികളും പറഞ്ഞ കാര്യമാണ്. അപ്പൊ അത് ഇനി തെറ്റാവർത്തിക്കാതിരിക്കട്ടെ. ഗ്രൂപ്പ് ഡി NTPC ചെയ്യാത്ത ഒരു ഗ്രൂപ്പ് ഡി മാത്രം എന്ന് പറയാം. നിങ്ങൾക്ക് അത് വരാതിരിക്കണം. നിങ്ങൾ എന്ത് ചെയ്യണം? ലാസ്റ്റ് 20 ദിവസം എന്താണ് മാക്സിമം മോക്ക് ടെസ്റ്റിലേക്ക് മാത്രം മാറ്റി വെക്കണം. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ വല്ല പാടങ്ങളില്ല. സിമ്പിൾ, റെയിൽവേ ഏറ്റവും സിമ്പിൾ എക്സാമാണ്. അപ്പൊ ഇത് സ്മാർട്ട് വർക്ക് പ്ലസ് എന്താ പ്രോപ്പർ ഗൈഡൻസ്, എങ്ങനെ പഠിക്കണം എന്ന് പല ഉദ്യോഗാർത്ഥികൾക്ക് അറിയത്തില്ല. ഗ്രൂപ്പ് ഡി കഴിഞ്ഞ വർഷമൊക്കെ ആദ്യമായിട്ട് ഇതിനവരൊക്കെ ഉണ്ടാവും. അപ്പൊ എന്താണ് എങ്ങനെ പഠിക്കണം അത് കൃത്യമായിട്ട് പറഞ്ഞു തരുവാണെങ്കിൽ നിങ്ങൾ സ്മാർട്ടായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറയുക. സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന എക്സാമാണ് ഗ്രൂപ്പ് ഡി എക്സാം എന്ന് ഞാൻ പറയുന്നത്. അപ്പൊ നമ്മളെന്താ ഗ്രൂപ്പ് ഡിയുടെ പുതിയ ക്രാഷ് കോഴ്സ് എന്താ നമ്മൾ സെപ്റ്റംബർ 10 നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഈ ബാച്ചിലേക്ക് ലിമിറ്റഡ് സീറ്റ് സ്റ്റുഡൻസിനെ മാത്രം എടുക്കുന്നത്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പഠിക്കാൻ ടൈം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പല ആളുകളുണ്ടാവും ഇതിനുവേണ്ടി ഫോക്കസ് പഠിക്കുന്നുണ്ടാവും, വർക്ക് ചെയ്യുന്നുണ്ടാവും, വീട്ടമ്മമാരുണ്ടാവും. എന്ന് നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എന്താണ് ഒരു ദിവസത്തെ 24 മണിക്കൂറിൽ ഒരു 8 മണിക്കൂറൊക്കെ മാറ്റി വെക്കാൻ പറ്റും അല്ലെ. എക്സ്ക്യൂസിൽ പറഞ്ഞ് എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞ് നിൽക്കാനാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് അതുപോലെ ജീവിതകാലം മൊത്തം എക്സ്ക്യൂസിൽ പറഞ്ഞ് പോകേണ്ടി വരും. ഒരു സർക്കാർ ജോലി നേടിയെടുക്കാൻ പറ്റാത്ത വരും. എക്സ്ക്യൂസ് പറയാതെ എന്ന് എക്സിക്യൂട്ട് ചെയ്യും. ഇന്ന് തന്നെ പറഞ്ഞ സ്റ്റാർട്ട് ചെയ്ത് എന്തായിക്കടാ നവംബർ 17 കഴിഞ്ഞാൽ നിങ്ങളുടെ ദിവസമായി വിജയം ആഘോഷിക്കുന്നു ഞാൻ പറയാം. ഓക്കെ, അപ്പൊ ഈ ബാച്ചിലേക്ക് അഡ്മിഷൻ ഓപ്പൺ ആണ്. ഈ കാണുന്ന നമ്പർ നിങ്ങൾ ബന്ധപ്പെടാം. പിന്നെ വേറെ കാര്യം പറഞ്ഞ പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുമ്പോൾ കിട്ടിയില്ലെങ്കിൽ എങ്ങനെ തരാം? നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ GP നമ്പർ കൊടുത്തേക്കാം. അത് നിങ്ങൾ എമൗണ്ട് ഒക്കെ പേ ചെയ്തിട്ട് എന്ത് ചെയ്യുക? സ്ക്രീൻഷോട്ട് അയക്കുക. ചിലപ്പോൾ ഇതിൽ വിളിച്ചാൽ കിട്ടുന്ന തരത്തില്ല. ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്. നമുക്ക് എന്താണ് തിരിച്ചു വിളിക്കാൻ ചിലപ്പോൾ പറ്റുന്ന തരില്ല.
കേട്ടോ. അപ്പോൾ 2 നമ്പർ നിങ്ങൾ വിളിച്ചു നോക്കുക, ഒരു നമ്പർ കിട്ടിയില്ലെങ്കിൽ കേട്ടോ. ഈ 1250 സ്റ്റുഡൻസിന് മാത്രമേ നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മൾ ഈ ബാച്ചിലേക്ക് എടുക്കുന്നുള്ളൂ. അപ്പോൾ മക്കളെ നല്ലൊരു അവസരമാണ് ഗ്രൂപ്പ് ഡി എക്സാംസുള്ള. അപ്പോൾ എല്ലാവരും നല്ല പ്രിപ്പയർ ചെയ്യണം. നിങ്ങളുടെ വിജയം എന്താണ്? നിങ്ങളുടെ പ്രിപ്പറേഷൻസ് അനുസരിച്ചിരിക്കും. നിങ്ങൾക്ക് ഇനി സമയം പോയിട്ടില്ല, ഇനി 60 ദിവസമുണ്ട്. ഈ 60 ദിവസം യൂസ്ഫുൾ ആകില്ല. അതേപോലെ നിങ്ങൾ എങ്ങനെ യൂസ് ചെയ്യുന്നു അതനുസരിച്ച് എക്സാംസ് ക്രാക്ക് ചെയ്യുക. അപ്പോൾ പ്രോപ്പറായ രീതിയിൽ നിങ്ങൾ യൂസ് ചെയ്യണം. നല്ലപോലെ സ്ട്രാറ്റജിക്കലായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ വർഷം തന്നെ ഒരു റെയിൽവേയുടെ കീഴിലും ജോലി സ്വപ്ന ജോലി നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് മക്കളെ.